കോഴിക്കോട് പാലോളിമുക്ക് വാകയാട് റോഡ് പണി പൂർത്തിയാക്കി കരാർ കമ്പനി 2 വർഷമായി മുടങ്ങിക്കിടന്ന പണി ഇന്നലെയാണ് ഊരാളുങ്കൽ പുനരാരംഭിച്ചത്. 1 മാസം കൊണ്ട് തീർക്കേണ്ട റോഡ് പണി 2 വർഷമായിട്ടും തീർക്കാത്തത് മീഡിയ വൺ വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെ പണി പുനരാരംഭിച്ച കരാർ കമ്പനി ഒറ്റ ദിവസം കൊണ്ട് ടാറിംഗ് പൂർത്തിയാക്കുകയായിരുന്നു. മീഡിയ വൺ ഇംപാക്ട്. രണ്ടു വർഷത്തിലധികമായി പാലോളിമുക്ക് നിവാസികൾ അനുഭവിക്കുന്ന ഈ യാത്രാ ദുരിതത്തിനാണ് ഇന്നലത്തോടെ അറുതിയായത്. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.68 കോടി രൂപ ചെലവിൽ 3 കിലോമീറ്റർ ദൂരം പണിയേറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇരുവശത്തും പണി പൂർത്തീകരിച്ചെങ്കിലും കൃത്യമായ മറുപടിയൊന്നും നൽകാതെ 900 മീറ്റർ മാത്രം ഒഴിച്ചിടുകയായിരുന്നു. അഴിമതിയും കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാട്ടി കമ്പനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച നാട്ടുകാരോട് പക വീട്ടുകയായിരുന്നു കമ്പനി എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. റോഡ് പണി അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം മീഡിയ വൺ വാർത്തയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് 2 വർഷമായി മുടങ്ങിക്കിടന്ന പണി കമ്പനി പുനരാരംഭിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് ടാറിംഗ് പൂർത്തീകരിച്ച കമ്പനി നടപടി നാട്ടുകാർ സ്വാഗതം ചെയ്യുമ്പോഴും ഇത്രയും എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു പദ്ധതി 2 വർഷം വൈകിപ്പിച്ചതെന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. ടി അനീസ് അലി, മീഡിയ വൺ, കോഴിക്കോട്. ടി അനീസ് അലി വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ്, ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് കമ്പനി പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. 2 വർഷത്തോളമായി ഇതിങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത്ര പെട്ടെന്ന് തീർക്കാവുന്ന പണി എന്തുകൊണ്ട് ഇത്രയും ദീർഘിപ്പിച്ചു എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അമൃത, കൃത്യമായ ഒരു മറുപടി ഈ ഊരാളുങ്കൽ സൊസൈറ്റി ഇതിന് നൽകിയിരുന്നില്ല എന്നതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2023 ഡിസംബറിൽ ആരംഭിച്ചതാണ് ഈ റോഡ് പണി. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 6 കിലോമീറ്റർ ദൂരം പണി ഏറ്റെടുത്ത കരാർ കമ്പനി പണി പൂർത്തീകരിക്കുകയും പക്ഷെ 900 മീറ്റർ മാത്രം ഒഴിച്ചിടുകയും ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ അത് പാലോളിമുക്ക് അങ്ങാടി, അതായത് ആ പള്ളിക്കവാടം മുതൽ പിന്നീട് രാരോത്ത് മുക്ക് എന്ന് പറയുന്ന സ്ഥലം വരെ 900 മീറ്ററാണ് ഒഴിച്ചിട്ടത്. ഈ 2 വർഷത്തിലധികം ഇതിങ്ങനെ കിടന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നാട്ടുകാർ ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. നേരത്തെ ഇവരുടെ പണിയുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ജനങ്ങൾ ചെറിയ തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരികയൊക്കെ ചെയ്തു. ഈ കമ്പനിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തു. ഇതിനുള്ള പ്രതികാര നടപടിയായിട്ടാണ് ഈ നടപടി ഉണ്ടായത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അല്ലാതെ വിശ്വാസയോഗ്യമായ എന്തെങ്കിലും ഒരു തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ കമ്പനിക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കമ്പനി പലതവണയും നാട്ടുകാരോട് പല കാര്യങ്ങൾ പറഞ്ഞു. അതായത് ടാർ കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ തൊഴിലാളികൾ ഇപ്പോഴില്ല എന്ന് തുടങ്ങിയ, അതായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ടാർ കഴിഞ്ഞു എന്നതോ അല്ലെങ്കിൽ തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നതോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ന്യായമല്ല. പക്ഷെ എന്തായാലും 2 വർഷത്തിലധികമായി ഇങ്ങനെ പറഞ്ഞൊഴിഞ്ഞിരുന്ന ഒരു കാര്യമാണ്. മീഡിയ വൺ കഴിഞ്ഞ ദിവസം ആ പ്രദേശത്ത് പോയി നമ്മൾ വാർത്ത ചെയ്തിരുന്നു. അതേ തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം രൂപപ്പെടുകയും ഇന്നലെയോടുകൂടി ടാറിംഗ് നടപടികൾ ആരംഭിക്കുകയും അത് വൈകുന്നേരത്തോടു കൂടി പൂർത്തീകരിക്കുകയും ചെയ്തു. 900 മീറ്റർ റോഡ് ടാറിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നു. എന്തായാലും 2 വർഷത്തിലധികമായി ആ മനുഷ്യർ അനുഭവിക്കുന്ന ഒരു ദുരിതത്തിനാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നത്. അമൃത.